ഫ്രാൻസിസ് മാർപ്പാപ്പയെ 3-4 തവണ നേരിൽ കാണാനായിട്ടുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. വൈദിക മേൽദിശ ശുശ്രൂഷ സ്ഥാനം ഏറ്റെടുത്ത് കഴിഞ്ഞുടനെ ബേബി ബിഷപ്സ്, പുതിയ ബിഷപ്സിന് വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് റോമിൽ വെച്ച് എല്ലാ വർഷവും നടത്താറുണ്ട്. അങ്ങനെയുള്ള ഒരു ട്രെയിനിങ്ങിന് ചെന്ന് പങ്കെടുത്ത് അതിന്റെ സമാപനത്തിൽ മാർപ്പാപ്പ സന്ദേശം നൽകുകയും അതിൽ പങ്കാളികളായിരുന്ന എല്ലാ മെത്രാന്മാരെയും നേരിൽ കണ്ട് സംസാരിക്കുകയും ചെയ്ത ഒരു സന്ദർഭമുണ്ട്. അതാണ് ഞാൻ നേരിട്ട് ആദ്യമായിട്ട് കാണാനായിട്ട് അവസരം ഉണ്ടായത്. പിന്നീട് ആദ്യനിമിന വിസിറ്റിന് സീറോ മലബാർ സഭയിലെ മെത്രാന്മാരെല്ലാവരും റോമിൽ പോയ സന്ദർഭത്തില് നേരിൽ കാണാനായിട്ട് അവസരമുണ്ടായി. അത് കഴിഞ്ഞ വർഷം അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവ് മേജർ ആർച്ച് ബിഷപ്പായിട്ട് സ്ഥാനമേറ്റെടുത്ത് പെർമനന്റ് സിനഡ് മെമ്പേഴ്സ് മാർപ്പാപ്പയെ കാണാൻ പോയപ്പോൾ അക്കൂടെ കുര്യ ബിഷപ്പ് നിലയിൽ എന്നെയും യൂറോപ്യന്റെ അപ്പസ്തോലിക് വിസിറ്റേറ്റർ സ്റ്റീഫൻ ചെറുപ്പണത്ത് പിതാവിനെയും പ്രവേശിപ്പിച്ചിരുന്നു. അങ്ങനെ ഔദ്യോഗികമായിട്ട് 3 സന്ദർഭങ്ങളിലും മറ്റ് ചില സന്ദർഭങ്ങളിലും ഫ്രാൻസിസ് മാർപ്പാപ്പയെ നേരിൽ കാണാനായിട്ട് അവസരമുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ചിലപ്പം ആ ഒരു മീറ്റിങ്ങില് 100, 200, 300, 400 പേരൊക്കെ ഉണ്ടാവും. എല്ലാവർക്കും ഷെയ്ക്ക് ഹാൻഡ് നൽകി എല്ലാവരെയും ബ്ലെസ് ചെയ്ത് നിൽക്കുന്ന പാപ്പയെ നമ്മൾ അകലെ നിന്നും അടുത്തു നിന്നും വീക്ഷിക്കുകയാണെങ്കിൽ ആ മുഖത്ത് എപ്പോഴും ഒരു പ്രസരിപ്പുണ്ട്. ആ സുസ്മേരവദനായിട്ട്, അത് യാന്ത്രികമായിട്ട് അദ്ദേഹം സൃഷ്ടിച്ചെടുക്കുന്ന ഒന്നല്ല, വളരെ സ്വാഭാവികമായിട്ട് വരുന്ന ഒന്നാണ്. പ്രായം ഇത്രയേറെ ആയിട്ട് ഇപ്പോൾ 88 വയസ്സാണ് മാർപ്പാപ്പയ്ക്ക് ഉള്ളത്. അപ്പൊ അതിന് ഞാൻ തന്നെ അടുത്ത് കാണുന്ന ഈ വർഷങ്ങളിൽ അദ്ദേഹത്തിന് 80 വയസ്സെങ്കിലും പ്രായം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കഴിഞ്ഞ 8 വർഷങ്ങളിൽ ഏത് സന്ദർഭത്തിൽ കണ്ടാലും, എത്ര തിരക്കുള്ള സന്ദർഭമാണെങ്കിലും, എത്ര അധികം ആളുകളാണെങ്കിലും എല്ലാവരെയും ഒരേ രീതിയിലുള്ള ഒരു മുഖം അവർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാൻ പാപ്പായിക്ക് കഴിയുന്നു എന്നുള്ളത്, അത് ഔദ്യോഗികതകളുടേതായിട്ടുള്ള ഒന്നും ഇല്ലാതെ പ്രകടിപ്പിക്കാൻ കഴിയുന്നുള്ളത് കൊണ്ട് അത് ഒരു ദൈവത്തിന്റെ മനുഷ്യനാണ് എന്ന ബോധ്യം നമ്മുടെ മനസ്സിൽ ഉണ്ട്. അതെല്ലാ വിഭാഗം ആളുകൾക്കും എക്കാലവും അനുഭവിക്കാൻ കഴിഞ്ഞ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരു ദൈവപുരുഷനാണ്, ഒരു ദൈവ മനുഷ്യനാണ് പരിശുദ്ധ പിതാവ് എന്ന ഒരു ഉത്തമമായ ബോധ്യം നമുക്ക് എല്ലാവർക്കും സംലഭ്യമാണ്. ഇതാണ് പാപ്പായെ കുറിച്ചുള്ള എൻ്റെ ഒരു പങ്കുവയ്ക്കല്. ദൈവപുരുഷനും ദൈവ മനുഷ്യനും എന്ന പിതാവ് ഇപ്പോൾ പറഞ്ഞല്ലോ, സുസ്മേരവദനായി കാണപ്പെട്ടു. അതോടൊപ്പം അതിൽ നമ്മുടെ വിസിറ്റിൽ പോയത് പിതാവ് പറഞ്ഞല്ലോ, ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ എന്നുള്ള നിലയിൽ എല്ലാ ഇതര സഭകളെയും ചേർത്ത് പിടിക്കുന്ന പിതാവ്. തീർച്ചയായിട്ടും സീറോ മലബാർ സഭയുടെ പ്രത്യേക പൈതൃകമായൊരു വാത്സല്യവും സ്നേഹവും ഒക്കെ കാണിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. സീറോ മലബാർ സഭയുടെ പൈതൃകവും തനിമയും ഒക്കെ കാത്തു സൂക്ഷിക്കണമെന്ന് പിതാവ് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മെത്രാന്മാരോട് ആവശ്യപ്പെടുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. എങ്ങനെയാണ് പിതാവ് സീറോ മലബാർ സഭയെ സ്നേഹിക്കുന്നത്? പിതാവ് ഈ മാർപ്പാപ്പയാകുന്നതിന് മുമ്പ് തന്നെ ഈ അർജന്റീനയിലും മറ്റു സ്ഥലങ്ങളിൽ ഈസ്റ്റേൺ സഭകളെ കുറിച്ച് നമ്മൾ കുറെ കാലങ്ങൾക്ക് മുമ്പൊക്കെ പറയാറുണ്ട്, എല്ലാവർക്കും ഒരുപക്ഷെ ഈ പൗരസ്ത്യ സഭകളെ കുറിച്ചുള്ള ഒരു ജ്ഞാനമില്ലായിരുന്നു. ആരെങ്കിലും പറഞ്ഞു കൊടുത്ത് ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ടെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കി ഇരുന്നിട്ടുണ്ട് ഈ പാശ്ചാത്യ മേഖലകളിൽ. പക്ഷേ പിന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പൗരസ്ത്യ സഭകളെ കുറിച്ച്, പൗരസ്ത്യ സഭകളിലെ ആളുകളുടെ ആത്മീയ ശുശ്രൂഷകളെ കുറിച്ച് മുന്നറിവുണ്ടായിരുന്നു. മാർപ്പാപ്പ ആയ ശേഷം അദ്ദേഹം ഒരു സഭയെ മാത്രം എടുത്ത് പറയേണ്ടില്ല, പൗരസ്ത്യ സഭകളോടെല്ലാം തന്നെ, അതായത് പൗരസ്ത്യ സഭകളുടെ തനിമ അവരെ കാത്തു സൂക്ഷിക്കണം എന്ന് വത്തിക്കാൻ കൗൺസിലിന്റെ പ്രത്യേകമായ വെളിച്ചത്തിലുള്ള ആ ഒരു കാഴ്ചപ്പാട് പ്രായോഗികമായിട്ട് ആവിഷ്കരിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ടീച്ചർ ചോദിച്ചതിന് ഒരു ഉദാഹരണമായിട്ട് പറയാനായിട്ട് സാധിക്കുന്നത്, ഈ കഴിഞ്ഞ തവണ റാഫേൽ തട്ടിൽ പിതാവിന്റെ കൂടെ റോമിൽ പോയ സന്ദർഭത്തില് ഈ ഗൾഫിലുള്ള സിറോ മലബാർ വിശ്വാസികളുടെ അജപാലന പ്രേക്ഷത്തെ കുറിച്ച് ഇങ്ങോട്ട് പാപ്പ ചോദിക്കുന്നതായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. നിങ്ങളുടെ അവിടെയുള്ള 5 ലക്ഷത്തോളം വരുന്ന വിശ്വാസികളുടെ ശുശ്രൂഷകൾക്ക് നിങ്ങൾക്ക് അത് എത്തറ്റമായി, അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജനത്തിന്റെ ആത്മീയ ശുശ്രൂഷകൾ നിങ്ങൾ തന്നെ ഏറ്റെടുത്ത് നിർവഹിക്കണം എന്ന് വളരെ ധൈര്യപൂർവ്വം
സംസാരിക്കുന്ന ഒരു പാപ്പയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അതൊരു ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. പിന്നീട് ഇപ്പം ഭാരതം മുഴുവനിലും അജപാലന ശുശ്രൂഷ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് 2017 ഒക്ടോബർ 9 പാപ്പ എഴുതിയ ഒരു കത്ത്. അതിലൂടെയാണല്ലോ ശംഷാബാദ് രൂപതയുടെ സ്ഥാപനം നടക്കുന്നത്. പിന്നെ ഈ തമിഴ്നാട്ടിലേക്ക് തക്കല രൂപതയുടെ രാമനാഥപുരത്തിന്റെ കോസ്റ്റൽ രൂപത സ്ഥാപിച്ചുകൊണ്ട് അതിന്റെ എക്സ്റ്റൻഷൻ, അങ്ങനെ ഭാരതം മുഴുവനിലും സിറോ മലബാർ സഭയ്ക്ക് അജപാലന പ്രേക്ഷിതത്വം ഉണ്ട് എന്ന് വളരെ ധൈര്യപൂർവം എല്ലാവരെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് എഴുതിയ കത്തും അല്ലെങ്കിൽ ടീച്ചർ ചോദിച്ചതിന് 2 വ്യക്തമായ ഉദാഹരണങ്ങളായിട്ട് പറയേണ്ടത് ആഗ്രഹിക്കും. ഞാനൊരു കാര്യം ചോദിക്കാനുള്ളത് എന്നത്, ഇതിനപ്പുറം നമ്മൾ ഈ പറയുന്നതിനപ്പുറം പാപ്പ എന്ന വ്യക്തിയുടെ വ്യക്തിത്വത്തിൽ നമ്മൾ കണ്ടെടുക്കുന്ന ചില സദ്ഗുണങ്ങൾ, നമുക്ക് ഒപ്പിയെടുക്കാവുന്നത്, ഇതുപോലെ ആയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ചില നല്ല വ്യക്തിത്വത്തിന്റെ ഭാവങ്ങൾ ഒന്ന് പറയാമോ പിതാവേ? തീർച്ചയായിട്ടും ടീച്ചർ, നമുക്കിപ്പോ ഇതിനൊന്നും പ്രത്യേകിച്ച് ഒരുങ്ങേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല. കാരണം ഏതൊരു കൊച്ചു കുഞ്ഞിനും വളരെ സംലഭ്യനായ, കാരണം അതാണ് ഈ പാപ്പയുടെ വേർപാട് ഓരോ ആളുകളെ സൃഷ്ടിക്കുന്നത് നമുക്കറിയാൻ പറ്റും. ഭയങ്കര സങ്കടമാണെന്ന് കൊച്ചുകുട്ടികൾ പോലും പറയാനുള്ള കാരണം റോമില് വളരെ കിലോമീറ്ററുകൾ അകലെ ഇരുന്ന് ഒരാൾ സംസാരിക്കുന്ന കാര്യം. അപ്പൊ മാർപ്പാപ്പ എന്ത് കാര്യം സംസാരിച്ചാലും അതെല്ലാവർക്കും മനസ്സിലാകും എന്നുള്ളതാണ്. വളരെ ലളിതമായിട്ട് ഗഹനമായ കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ടുള്ള ഒരു തന്മയത്വം ഫ്രാൻസിസ് മാർപ്പാപ്പയുണ്ട്. അത് പലരും പറഞ്ഞു കേൾക്കുന്നത്. പാപ്പ പറഞ്ഞാൽ നമുക്ക് വളരെ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പം ഗ്രാൻഡ് പേരൻസിന്, കപ്പിൾസിന്, യൂത്തിന്, കുട്ടികൾക്ക്, കൊച്ചുകുട്ടികൾക്ക് എല്ലാം മനസ്സിലാവും. അങ്ങനെയാണല്ലോ ഒരു സ്റ്റേജില് ഒരു കൊച്ചു കുഞ്ഞ് കളിച്ച് പാപ്പയുടെ അടുത്ത് ചെല്ലുന്നത്, കസേര കയറിയിരിക്കുന്നത്, ആ കുഞ്ഞിനെ താലോലിക്കുന്നത്, പിന്നെ വളരെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വളരെ വികൃതമായ ഒരു മുഖഭാവത്തോടു കൂടി വന്ന ഒരാളെ, രോഗിയായിട്ട് ഒരാളെ ചേർത്ത് പിടിച്ച് ചുംബിക്കുന്നത്, അങ്ങനെ പൊതുസമൂഹം ചിലപ്പോൾ അടുത്ത് ചെല്ലാൻ അറയ്ക്കുന്ന, ബുദ്ധിമുട്ടേറുന്ന ഒരു സാഹചര്യത്തിൽ പോലും അവരെല്ലാം ചേർത്ത് നിർത്താനായിട്ട് കഴിയുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ദൈവത്തിന്റെ ഒരു മനുഷ്യനാണ്. അപ്പോൾ സാധാരണക്കാർക്ക് എപ്പോഴും സംലഭ്യനായിരുന്ന ഒരാളെന്നുള്ളൊരു സവിശേഷത അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിനുണ്ട്. പിതാവ് എടുത്തു പറഞ്ഞൊരു ഗുണം സംലഭ്യതയാണ്, അവൈലബിൾ ഫോർ എനി വൺ എനി ടൈം എന്നുള്ളത് അല്ലേ, കൊച്ചുകുട്ടികൾ മുതൽ തന്നെ. അതോടൊപ്പം തന്നെ പാപ്പ പഠിപ്പിക്കുന്ന കാര്യത്തിൽ, അതായത് ഒരു ഓൺഗോയിങ് കാറ്റക്കിസിസ് കൊടുക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന അജഗണത്തെ എന്നും ഒരു വളർത്തിയെടുക്കണം, പ്രത്യേകിച്ച് ദൈവശാസ്ത്രത്തിലും അല്ലെങ്കിൽ സഭാ പഠനത്തിലും ഒക്കെ വളർത്തിയെടുക്കണം. അങ്ങനെ ഒരു ബൗദ്ധിക ലോകത്തിലൊരു കണ്ടന്റ് ലെവലിലും മാർപ്പാപ്പ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ? ഉണ്ട്. അദ്ദേഹത്തിന്റെ ചാക്രിക ലേഖനങ്ങളെല്ലാം അത് വെളിവാക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ലൗദാത്തോ സി എന്ന ആ ഒരു ചാക്രിക ലേഖനം തന്നെ ഇപ്പൊ ഞാൻ ഓർക്കായിരുന്നു, അതിനെ കമന്റ് ചെയ്തുകൊണ്ട് ഇവിടെ കേരളത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം പ്രഘോഷിക്കുന്ന ആളുകൾ പോലും എത്ര കാര്യമായിട്ടാണ് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വിശ്വാസം അതിന്റെ തനിമയിൽ ജീവിക്കുന്നില്ല എന്ന് നമ്മൾ പറയുമ്പോഴും, വിശ്വാസത്തിനെതിരായ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾക്കിടയിൽ പോലും വളരെ അത് സുവിശേഷവൽക്കരണത്തിന്റെ ഒരു പ്രത്യേകതയാണല്ലോ. അതുകൊണ്ട് ദൈവിക സന്ദേശങ്ങള്, സുവിശേഷ സന്ദേശങ്ങള് എല്ലാവർക്കും സ്വീകാര്യമാകത്തക്ക രീതിയിൽ അവതരിപ്പിക്കാനായിട്ടുള്ള ഒരു ദൈവദത്തമായ ഒരു കഴിവ് ഫ്രാൻസിസ് പാപ്പായ്ക്ക് ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ പ്രബോധനം ഉടനീളം, പ്രത്യേകിച്ചും പലപ്പോഴും അദ്ദേഹം എഴുതി തയ്യാറാക്കിയ പ്രസംഗങ്ങൾ മാറ്റിയിട്ട് തനിക്ക് തന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന പല കാര്യങ്ങളും സംസാരിച്ച വേദികൾ പലതുമുണ്ട്. അതുകൊണ്ട് പാപ്പായ്ക്ക് ഇങ്ങനെയുള്ള ഈ സുവിശേഷ സന്ദേശങ്ങള് വളരെ ലളിതമായ ഭാഷയിൽ എല്ലാവർക്കും മനസ്സിലാകുന്നത് പോലെ അവതരിപ്പിക്കാനായിട്ടുള്ള ഒരു തന്മയത്വം ഉണ്ടായിരുന്നു. അതാണ് ഞാൻ സൂചിപ്പിക്കേണ്ട ആഗ്രഹിക്കുന്നത്. ഓക്കെ, പിതാ പറഞ്ഞതനുസരിച്ച് ഒരു ജനകീയ നേതാവ് എന്നൊക്കെ നമുക്ക് വിളിക്കാം. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രക്കാർ പോലും കോട്ടിയത്തക്ക വിധത്തിൽ അവരിലേക്ക് വരെ ഇറങ്ങിച്ചെല്ലാൻ പറ്റിയ വിധത്തിലുള്ള ജനകീയ നേതാവ്. അതോടൊപ്പം തന്നെ ചില കാര്യങ്ങളിൽ പാപ്പായ്ക്ക് കർക്കശ സ്വഭാവമുള്ളതായിട്ടും തോന്നിയിട്ടില്ലേ? എനിക്ക് തോന്നുന്നു എല്ലാം ഈ സത്യവും നീതിയും എപ്പോഴും നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചു. യുദ്ധത്തിന്റെ മേഖലകൾ വരുമ്പോൾ അവിടെ അദ്ദേഹം കർക്കശ നിലപാടുകൾ എടുത്തിരുന്നു. യുദ്ധം എപ്പോഴും നാശത്തിലേക്കാണ് നയിക്കുന്നത് എന്ന് ധൈര്യപൂർവ്വം പ്രഘോഷിക്കാനായിട്ട് അദ്ദേഹം സന്നദ്ധനായിരുന്നു. അദ്ദേഹത്തിന്റെ അവസാന വാക്കുകളിൽ
ഒരെണ്ണം തന്നെ ഈ ഗാസയിലൊക്കെ നടക്കുന്ന ആ, പിന്നെ ബോംബിങ്ങിനെതിരായിട്ടുള്ള സംഭാഷണങ്ങളായിരുന്നു. അതുകൊണ്ട് ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ മേഖലകളിൽ അപ്പൊ ഏത് സ്ഥലത്താണെങ്കിലും യുദ്ധത്തിനെതിരായിട്ടുള്ള നിലപാടുകൾ അദ്ദേഹം സ്വീകരിച്ചിരുന്നു. അത് കർക്കശം എന്നതിനേക്കാൾ ഉപരിയായിട്ട് സത്യവും നീതിയും നിലനിൽക്കണം, ജനങ്ങള് സഹിക്കാനോ ബുദ്ധിമുട്ടാനോ നശിക്കാനോ ഇടവരരുത് എന്ന രീതിയിൽ പൊതുസമൂഹത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള നിലപാടുകളാണ് അദ്ദേഹം കാർക്കശ്യത്തോടുകൂടി സ്വീകരിച്ചിട്ടുള്ളത്. സത്യവും നീതിയും നിലനിൽക്കാൻ വേണ്ടി എടുത്ത ഈ ചില നിലപാടുകൾ പലപ്പോഴും വിമർശനത്തിനും വിധേയമായിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ അഭയാർത്ഥി പ്രശ്നമാവട്ടെ, LGBT ആവട്ടെ, ഇങ്ങനെയുള്ള പെരിഫറീസിലുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഒരു ഇൻക്ലൂഷൻ പ്രിൻസിപ്പൽ മാർപ്പാപ്പയിലുണ്ടായിരുന്നില്ല, ആരെയും എക്സ്ക്ലൂഡ് ചെയ്യാത്തത്. അതേറെ വിമർശനങ്ങൾക്കൊക്കെ വഴിതെളിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും പൊതുസമൂഹത്തിൽ അതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു അത് ആളുകൾ ഓരോരുത്തരും മനസ്സിലാക്കുന്ന വിധത്തിലാണ്. പക്ഷെ ആരെയും എക്സ്ക്ലൂഡ് ചെയ്യാതെ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് കഴിയണം. ഇപ്പം നമ്മളിപ്പോ ഓരോ വിഭാഗം ആളുകളെ കുറിച്ച് പറയുമ്പോഴും അവരൊക്കെ അങ്ങനെ ജനിക്കാനും ഇടയായിട്ടുള്ളത് അവരാരും ബോധപൂർവം തെറ്റ് ചെയ്തുകൊണ്ടല്ലോ, അങ്ങനെയാണ് അവർ സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് സമൂഹം അങ്ങനെ അവഗണിക്കപ്പെടുന്നവരോട്, പാർശ്വവൽക്കരിക്കപ്പെടുന്നവരോട്, ബലഹീനരോട്, ദുർബലരോട് എല്ലാവരെയും സമൂഹം തിരസ്കരിക്കാതെ അവരെ ചേർത്ത് നിർത്താൻ കഴിയണം എന്ന് പറയുന്ന ഒരു മനോഭാവം ഒരു പിതാവിൻ്റെതാണ്. സ്വർഗീയ പിതാവിന്റെ ഒരു മുഖമാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇപ്പൊ വിമർശനങ്ങൾ എന്ന് പറയുമ്പോൾ ഈശോ തന്റെ പരിസ്ഥിതിജീവിതം നയിച്ചിരുന്ന കാലത്ത് പ്രസംഗിച്ചിരുന്ന എല്ലാ കാര്യങ്ങളെല്ലാം സ്വീകരിച്ചിരുന്നു. പ്രബോധിപ്പിച്ചിരുന്ന യൂക്കരിസ്റ്റിനെ കുറിച്ച് പറഞ്ഞിരുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ പലരും വിട്ടുപോയില്ലേ? നിങ്ങളും വിട്ടുപോകാൻ ആഗ്രഹിക്കും ചോദിക്കും. അതുകൊണ്ട് ശരിയായ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ എല്ലാവർക്കും ഒന്നുപോലെ സ്വീകാര്യരായിട്ട് വരണമെന്ന്. ചിലത് ഈ വചനം കഠിനമാണെന്ന് പറയുന്ന മനോഭാവമുള്ളവരുണ്ടായിരിക്കും. അതിൽ കൂടുതലൊന്നും പാപ്പായി അഭിമുഖീകരിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഓക്കെ. അത് പാപ്പയുടെ നിലപാടുകൾ വളരെ കൃത്യമായിരുന്നു. ആരെയും എക്സ്ക്ലൂഡ് ചെയ്യാത്ത പിതാവ് പറഞ്ഞൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. ഒരാൾ ജനിച്ചത് ഇങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിലോ ഒരു രീതിയിലൊക്കെ ആണെങ്കിൽ അത് അയാളുടെ കുറ്റമല്ലല്ലോ. അതുകൊണ്ട് അയാളെ ചേർത്ത് പിടിക്കുക എന്നുള്ള ഒരു വിശ്വസാഹോദര്യത്തിൻ്റെ, വിശ്വപൗരൻ്റെ മാനവികതയായിട്ടൊക്കെ നമ്മൾ കാണുന്നു. പാപ്പ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഒരു ശൂന്യതയുണ്ട്. ബട്ട് വാട്ട് നെക്സ്റ്റ് എന്നൊരു ചോദ്യചിഹ്നവുമുണ്ട്. പിതാവ് എങ്ങനെ വായിച്ചെടുക്കുന്നു ഈ സിറ്റുവേഷനെ? എനിക്ക് തോന്നുന്നു ടീച്ചർ, ഞാനിപ്പം ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മരിക്കുന്ന സമയത്ത് 2005 ഞാൻ റോമിലുണ്ടായിരുന്നു. അന്ന് ഇതേ ചോദ്യം ഉണ്ടായിരുന്നു. ബെനഡിക്റ്റ് 16 പാപ്പ വെസ്റ്റാഞ്ചേരി രാജിവെച്ച സമയത്തുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഒരു ഭൗതികമായ ഒരു മേഖല നമ്മൾ ചിന്തിക്കുന്നതാണ്. കർത്താവിന്റെ സഭ, പാറ പോലെ ഉറച്ച സഭ ഒരിക്കലും തകരുകയില്ല. അതുകൊണ്ട് ആ സഭയ്ക്ക് നമ്മളിപ്പം പറയുന്നു ഫ്രാൻസിസ് പാപ്പയുടെ പിൻഗാമി അല്ലല്ലോ വരാനിരിക്കുന്ന പത്രോസിന്റെ പിൻഗാമിയാണ്. അതുകൊണ്ട് പത്രോസിന്റെ പിൻഗാമി എപ്പോഴും സഭയിൽ ഉണ്ടാവും. അതിന് ദൈവിക പദ്ധതികളുണ്ട്, അതിൻ്റെതായ മാർഗങ്ങളും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഒന്നിനെ കുറിച്ചും ഭഗ്നാശരാകുക, ആകുലപ്പെടുകയോ ചെയ്യേണ്ടതായിട്ടില്ല. എല്ലാം നിയമാനുസൃതമായ രീതിയിൽ പൊക്കോളും. അത് ഒരു ദൈവ പരിപാലനയിൽ വളരെ നല്ലതായിട്ട് പോകുന്നു. ഇപ്പോൾ വേർപാട് ഇവിടെ സംഭവിക്കുമ്പോഴും മരണത്തെക്കുറിച്ച് പാപ്പ തന്നെ എപ്പോഴും നൽകിയിരിക്കുന്ന കാഴ്ചപ്പാടാണ് നമുക്കും ഉണ്ടാവേണ്ടത്. ഇതൊരു കടന്നുപോകലാണ്. അടുത്ത ഒരു ജീവിത മേഖലയിലേക്കുള്ള നഷ്ടമല്ലല്ലോ, ഒരു നേട്ടമാണ്. മറ്റൊരു മേഖലയിലേക്ക് ഒരു സ്വർഗീയ മാധ്യസ്ഥം നമുക്ക് തരാൻ വേണ്ടിയിട്ടുള്ള ഒരു കടന്നുപോകലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മാധ്യസ്ഥ ശക്തിയാലും പ്രാർത്ഥനയാലും സഭയെ ഇനിയും നന്നായി നയിക്കാൻ കഴിയുന്ന അജപാലകരെ ദൈവം നമുക്ക് തന്നോട്ടെ.